നാല് ഭാര്യമാരെയും അവരെയും പിടിച്ചുകൊണ്ടുപോയി, ദാവീദിന്റെ മക്കളെയും പിടിച്ചുകൊണ്ടുപോയി. സ്തോത്രം. ജനത്തെ മാത്രമല്ല, മറ്റുള്ള ഓരോ കുടുംബത്തിലുള്ള സഹോദരിമാരെയും മക്കളെ എല്ലാം പിടിച്ചുകൊണ്ടുപോയി. ദാവീദിന്റെ ഭാര്യമാരെയും പിടിച്ചുകൊണ്ടുപോയി, മക്കളെയും പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ ദാവീദിന്റെ ഭാര്യമാരെ മാത്രം ബാക്കി വെച്ചിട്ട് പോയതല്ല, എല്ലാവരും കൊണ്ടുപോയി. എന്നിട്ട് സ്തോത്രം ഹല്ലേലൂയ അവരെല്ലാം കരയാണ്. എന്താണ് സ്തോത്രം? കരച്ചു, കണ്ണുനീര് ഇല്ലാത്ത അവസ്ഥ വരെ അവർ കരഞ്ഞു. ദാവീദ് വലിയ കഷ്ടത്തിലായി. സ്തോത്രം. അല്ലെങ്കിൽ 6-ാം വാക്യം വായിക്കുന്ന ജനത്തിന്റെ അത് ഓരോരുത്തരുടെ ഹൃദയം അതേ സ്തോത്രം താൻ്റെ പുത്രന്മാരെയും ചൊല്ലി അവർ ഭാരപ്പെട്ടു. പക്ഷേ ഈ ഭാരത്തിന് നടുവിൽ എന്ത് സംഭവിച്ചു? പിശാച് ജനത്തെ ഇളക്കി അവനെ കല്ലെറിയുവാൻ തക്കണം അവർ എഴുന്നേറ്റു. പാസ്റ്ററും കുടുംബവും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. നല്ല കുടുംബം വേണം, നല്ല ഭവനം വേണം, നല്ല കാറ് വേണം, നല്ല വിദ്യാഭ്യാസം വേണം എന്നൊക്കെ ചെയ്തപ്പോൾ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോഴത്തേക്ക് പിന്നെ ആർക്കെതിരായി തീർന്നു? പാസ്റ്റർ പ്രാർത്ഥിച്ചില്ല, പാസ്റ്റർ ഉപവസിച്ചില്ല, പാസ്റ്റർ കാരണമാണ്. അല്ലെങ്കിൽ പാസ്റ്റർ പറഞ്ഞൊരു വാക്കാ, പാസ്റ്ററിന് ആൻറ്റി പറഞ്ഞൊരു വാക്കുകൊണ്ട് സഭ പിളർന്ന അനുഭവങ്ങൾ, ആൾക്കാർ കുറ്റം പറയുന്ന അനുഭവം. സ്തോത്രം. അവനെ കുറ്റം പറഞ്ഞ് കല്ലെറിയുവാൻ അത്രയും നല്ല അനുഭവം നമുക്ക് പാസ്റ്റർമാർക്ക് ഇല്ല, എങ്കിലും അത്രയൊക്കെ ഉണ്ട്. അനുഭവിച്ച അനേക പാസ്റ്റർമാർ, രാജു പാസ്റ്ററൊക്കെ നന്നാവും ആ അനുഭവം ഉണ്ടാവുമായിരിക്കും. സ്തോത്രം. പഴയ ആൾക്കാരാണല്ലോ. കല്ലെറിയുവാൻ ദാവീദിനെ രാജാവ് അവർ കൂടെ പോയി, അവർ കൂടെ അധ്വാനിച്ച മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ഭാര്യയും മക്കളെയും പിടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ടും തിരിച്ചു വന്നപ്പോൾ ആ മനുഷ്യനും സ്തോത്രം ഇന്ന് കരയാണ്. ആ ദുഃഖം കാണാതെ, ദാവീദ് രാജാവിന്റെ കരച്ചിൽ കാണാതെ കരയുന്ന ആൾക്കാർ എന്ത് ചെയ്തു? അപ്പോൾ കരച്ചിലുണ്ട്, വൈരാഗ്യം വന്നു. പിശാചിന്റെ പ്രവൃത്തി നോക്കിയ സ്തോത്രം. അത് ഇന്നും സഭകൾ സംഭവിക്കുന്നു. അവർ കല്ലെടുത്ത് എറിയാൻ പോയപ്പോഴത്തേക്ക് എന്ത്? ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. സ്തോത്രം. അതാണ് നമുക്ക് ധൈര്യം നൽകുന്ന ആത്മാവ്, സുബോധത്തിന്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, അത് ബലത്തിന്റെ ആത്മാവാകിയ സ്തോത്രം ചെയ്യുന്നു, സ്നേഹത്തിന്റെ ആത്മാവാകിയ സ്തോത്രം. അവരോട് തിരിച്ച് ദാവീദ് കയറത്തില്ല, അല്ലെങ്കിൽ അവരോട് വഴക്കിട്ടില്ല. പിന്നെ എന്താ? അവരെ വീണ്ടും നയിച്ചു. സ്തോത്രം. അതായത് കർത്തദാസന്മാരെ ഹല്ലേലൂയ ദൈവമക്കളെ, കർത്താവ് നമ്മുടെ കൂടെ, അവൻ നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മാവ് അത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെയും സുബോധന സ്നേഹത്തിന് ആത്മാവാകിയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യും. തമ്മിൽ ഭാരങ്ങൾ ചുമപ്പാൻ. സ്തോത്രം. അത് എന്ത് വിഷയമായിക്കോട്ടെ ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സ്തോത്രം. നമ്മുടെ പല വിഷയങ്ങളും ചില വർഷങ്ങളായിട്ട് അത് ഒരു വിഷയം സംഭവിക്കുമ്പോൾ സഭയിൽ പറയാൻ ആൾക്കാർക്ക് മടിയാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? വിഷയങ്ങൾ അത് ലോകം അറിയുവാൻ തക്കവണ്ണമുള്ള വിഷയങ്ങൾ സഭകളിലാക്കി, കുടുംബങ്ങളിലാക്കി. അമേരിക്കയിലാണെങ്കിൽ ഗൾഫിലൊക്കെ കുറവാണ്. അമേരിക്കയിലൊക്കെ പൊതുവെ ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ഒരു 5-8 വർഷം 10 വർഷമായിട്ടുള്ള ഒരു രീതിയാണ് അൺസ്പോക്കൺ പ്രാർത്ഥനാ വിഷയം എന്ന് പറഞ്ഞാൽ അവർ ഇംഗ്ലീഷ് ഭാഷയിൽ അൺസ്പോക്കൺ പ്രാർത്ഥനാ വിഷയം എന്നാൽ പറയാൻ പറ്റാത്ത വിഷയം. കാരണം അത് പറഞ്ഞാൽ അത്രയും അവർക്കും നാണക്കേടാണ്. എന്ത് ചെയ്യാനാ? ദൈവം അത് വരുത്തി. കാരണം എന്താണ്? സ്തോത്രം. എല്ലാം മൂടി വെച്ച് സഭയിൽ പോലും പറയാതെ, പാസ്റ്റർ പോലും പറയാതെ, സ്തോത്രം, അതെല്ലാം മൂടി വെച്ചപ്പോൾ കർത്താവ് ലോകവും ദേശവും ഒക്കെ അറിയത്തക്ക ദൈവം തന്നെ നാണക്കേടിലേക്ക് കൊണ്ടുവരുന്ന അനുഭവത്തിലേക്ക് വിഷയങ്ങൾ ദൈവസഭകൾ തന്നു. അതുകൊണ്ട് നമുക്ക് ഇന്നറിയാം, യൂട്യൂബിൽ ഇത്രയോ ഇഷ്ടം പോലെ, യൂട്യൂബിൽ ഇഷ്ടം, അതേ സോഷ്യൽ മീഡിയയിലൊക്കെ എത്രയോ വിഷയങ്ങളൊക്കെ കേൾക്കുന്ന ദൈവസഭകളെ കുറിച്ച്, പാസ്റ്റർമാരെ കുറിച്ച്, ദൈവമക്കളെ കുറിച്ച്. കാരണം നമ്മളെല്ലാം മൂടി വെച്ച് ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം തുറന്നു വന്നു. തുറക്കാൻ വേണ്ടിയാണ് ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തോടെ ദൈവസഭയൊന്ന് പറയാൻ വേണ്ടിയ ദൈവത്തിന് ആഗ്രഹം. കാരണം എന്താണ്? സ്വന്തം സഭ ഹല്ലേലൂയ അത് ധൈര്യത്തോടെ ആ വിഷയം ഏറ്റെടുത്ത് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, കരയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു പാസ്റ്ററിന് വേണ്ടി, ഒരു കുടുംബത്തിന് വേണ്ടി അവരുടെ വിഷയത്തെ ഓർത്ത് ഉപസിച്ച് കരയുന്ന ഒരു വിഷയമുണ്ടായിരുന്നു. അന്നും ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്തത് ഒറ്റ ദിവസം കൊണ്ടല്ല, ചില ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പി ജി മാസ്റ്ററെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. പി ജി മാസ്റ്റർ, നമ്മുടെ പി ജിയിലെ കെ വർഗീസ് പാസ്റ്റർ. അപ്പച്ചനൊക്കെ ഇന്നും 91 വയസ്സായി. സ്തോത്രം. ആ അപ്പച്ചൻ ഇന്നും രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുന്ന 91 വയസ്സായ മനുഷ്യന്റെ കാലിൽ ഇന്നും 35 വർഷം മുമ്പ് ഹല്ലേലൂയ സ്തോത്രം ഒരു ഗ്ലാസ്, ഒരു ചില്ല് കൊണ്ടത് അത് പഴുത്ത് പ്രയാസമായി ഇന്നും ചികിത്സയില്ലാതെ വെച്ചുകെട്ട് മാത്രമേ ഉള്ളൂ. ഒരു ചികിത്സയും ഇല്ലാതെ കർത്തദാസനായിരിക്കുന്നു. ഞങ്ങളായിരുന്ന കഴിഞ്ഞ വർഷമൊക്കെ അവിടെ അങ്ങനെ കാണുവാൻ, പ്രാർത്ഥിപ്പാൻ ഇന്നും അപ്പച്ചൻ വിളിക്കും. 91 വയസ്സായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ദൈവദാസന്റെ വിശ്വാസത്തിന്റെ അത് വാക്കുകൾ നിമിത്തം വേറെ ഭാര്യപുരത്ത് മരിച്ചുപോയ കർത്തദാസൻ കഴിക്കുന്ന ഭാര്യപുരം യോനാച്ചാൻ എന്ന് പറയുന്ന കർത്തദാസന്മാർ, അത് വൈപ്പാപ്പച്ചൻ പാസ്റ്റർ, ഇവിടെ ഇങ്ങനെ 3 പേർ ഞങ്ങളുടെ വീട്ടിൽ, ആലുവ വീട്ടിൽ വന്നിട്ടുണ്ട്. അവർ ശുശ്രൂഷ, അവരുടെ ആ സാക്ഷ്യങ്ങൾ, അതായത് രോഗശാന്തിക്ക് വേണ്ടി നിന്ന സാക്ഷ്യങ്ങൾ, മരിച്ചാലും മരിക്കട്ടെ എന്നൊരു തീരുമാനത്തിൽ നിന്ന നിമിത്തമായിട്ട് എൻ്റെ അമ്മയും ക്യാൻസർ രോഗിയായ എൻ്റെ മമ്മി അത് 14 വർഷം ഗുളികയില്ലാതെ മരുന്നില്ലാതെ ആ കർത്താവിൽ ആശ്രയിച്ചു. അനേക ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു. മമ്മി മരിച്ചുപോയി, ക്യാൻസറോട് തന്നെ മരിക്കുന്നത്. പക്ഷെ എന്താ? കർത്താവ് വചനം പറയുന്ന പോലെ സഹിച്ചാൽ അവനോട് കൂടെ വാഴും. ആ ഒരു പ്രത്യാശ. സ്തോത്രം. ഹല്ലേലൂയ. അതാ ആ ധൈര്യമാണ് നമുക്ക് നൽകുന്നത്. അതാണ് ക്രിസ്തീയ മാർഗത്തിന്റെ ധൈര്യം തന്നെ.
പ്രൈസ് ലോർഡ്. എന്താണ് സഹിക്കാനുള്ളത്? കഷ്ടം സഹിക്കാനുള്ളത്, വേദന സഹിക്കാനുള്ളത്, രോഗം സഹിക്കാനുള്ളത്. അത് ഒരിക്കലായി കർത്താവ് നമ്മളെ വിടുവിച്ചു. ഏത് രോഗം സൗഖ്യം നൽകി, നമ്മുടെ ജാതീയ ആരാധന നമ്മളെ വിടുവിച്ചു. പക്ഷെ വിശ്വാസം വരുമ്പോൾ അത് വിശ്വാസ പ്രവൃത്തിക്ക് വേണ്ടി, ശുദ്ധീകരണത്തിന് വേണ്ടി ഈ കഷ്ടങ്ങൾ വരുന്നു, രോഗാവസ്ഥ വരുന്നു. എന്തിനു വേണ്ടിയാ? അത് മാറിപ്പോകുന്ന ഒരു വിഷയമുണ്ട്, സ്തോത്രം. പക്ഷെ അതിനു മുമ്പേ കർത്താവിന്റെ സമയം വരെ കാത്തിരുന്ന് അതുമേ സഹിച്ച് ജയം പ്രാപിക്കാൻ വേണ്ടിയാ. പ്രൈസ് ലോർഡ്. ദാവീദ് രാജാവായിട്ട് പോലും സ്തോത്രം ഇത്രയും ശുശ്രൂഷ ചെയ്ത മനുഷ്യനും പറയാണ്, എൻ്റെ അസ്ഥികളൊക്കെ കത്തുന്നു, സ്തോത്രം. ഇല്ലില്ല, അത് ഉരുകുന്ന അനുഭവങ്ങൾ തനിക്കുണ്ടായിരുന്നു. ക്യാൻസർ രോഗമാണെന്ന് എനിക്കറിയില്ല. പ്രൈസ് ലോർഡ്. അപ്പോൾ തൻ്റെ ധാരാളമുള്ള പ്രശ്നത്തിന് കൂടെ തനിക്ക് ശാരീരികമായ രോഗങ്ങളും അവസ്ഥകളും ഉണ്ടായിരുന്നു, സ്തോത്രം. അപ്പം തമ്മിൽ ഭാരങ്ങളെ ചുമന്ന് മുന്നേറുന്ന അനുഭവം പഴയ നിയമസഭയിലും ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ കർത്താവ് നമുക്ക് അതേ ആലോചന, അത് ന്യായപ്രമാണമാണ്. എന്താ? നിങ്ങൾ തമ്മിൽ ഭാരങ്ങൾ ചുമക്കണം. ലേവ്യ പുസ്തകത്തിലെ സ്തോത്രം ഒരു വാക്യം, ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം 35-ാം വാക്യം ഒക്കെ വായിക്കുമ്പോൾ, അവർ കനാനിലെത്തിയ ശേഷം, കനാനിലുള്ള സമയത്ത് ദൈവം അനുഗ്രഹിക്കപ്പെട്ട കനാൻ ദേശത്തിൽ അവർ ആയിരിക്കുമ്പോൾ ദൈവം അവരോട് പറയുന്നത്, ഒത്തിരി നമ്മുടെയൊക്കെ ചിന്താസ് അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ടു, അത് എല്ലാ കാര്യവും ലഭിച്ചു. അല്ല. ദൈവം അവരോട്, അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശത്തിൻ്റെ അളവ്, അത് ഫ്രാത്ത് നദി മുതൽ നൈൽ നദി വരെ ഇന്നും ഇസ്രായേൽ പ്രാപിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം അറിയാമോ? ഞാൻ കഴിഞ്ഞ അല്പ ദിവസങ്ങൾ മുമ്പ്, ആഴ്ചകൾ മുമ്പേ ഞാൻ മനസ്സിലാക്കിയത്. അബ്രഹാമിന് 15-ാം അധ്യായത്തിൽ പറഞ്ഞ ദൈവം പറയുന്ന ഫ്രാത്ത് നദി മുതൽ നൈൽ നദി വരെയുള്ള ദൈവം വാഗ്ദത്തം ചെയ്ത ഇസ്രായേലിന്റെ ഈ വാഗ്ദത്ത ദേശം ഇന്നും ഇസ്രായേൽ പ്രാപിച്ചിട്ടില്ല, ഒരു കാലത്തും അനുഭവിച്ചിട്ടില്ല. ഏറ്റവും സ്വസ്ഥതയുള്ള സമയമായിരുന്നു ശലോമോന്റെ. ആ സമയത്ത് പോലും അത് അനുഭവിച്ചു. അന്നത്തെ 80% മാത്രം പ്രാപിച്ചുള്ളൂ. അപ്പോൾ വാഗ്ദത്തമല്ല വിഷയം, അത് ഒരു സൈഡിൽ കൂടെ നടന്നു. പക്ഷെ എന്താ? പ്രമാണം അനുസരിക്കുന്നവൻ. ആലയം പണിതു, പക്ഷെ അവൻ പാപം ചെയ്തപ്പോൾ അവനെ തട്ടിക്കളഞ്ഞു, ദൈവം മാറ്റിക്കളഞ്ഞു ശലോമോനെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആലയം പണിതല്ല വിഷയം, ദൈവത്തിന് പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നതാണ് വിഷയം. ഇവിടെ പറഞ്ഞ ലേവ്യ പുസ്തകം 25-ാം വാക്യം, നിന്റെ സഹോദരൻ ഇസ്രായേൽ മക്കളോ പറയാണ്, നിങ്ങളുടെ വാഗ്ദത്ത നാട്ടിൽ എന്താ? നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു, തൻ്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവൻ്റെ അടുക്കൽ സ്തോത്രം അതേ ചാർച്ചക്കാരൻ വന്ന് അവനെ വീണ്ടെടുക്കണം. അപ്പം നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന, ആ വാക്കന്നെ ഉപയോഗിക്കും, ദരിദ്രനായി തീർന്നാൽ ഏവരെ വാഗ്ദത്ത ദേശത്ത്. അപ്പം അങ്ങനെ സംഭവിക്കും. കാരണം എന്താണ്? ഈ ഭാരങ്ങളെ ചുമക്കാൻ വേണ്ടിയാണ്. ദൈവം മനസ്സലിവ് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ക്ഷമിക്കുക ദൈവത്തിൻ്റെ സ്വഭാവം. അതെല്ലാം ചെയ്യാൻ വേണ്ടി ദൈവം അങ്ങനെയുള്ള അനുഭവങ്ങൾ. 35-ാം വാക്യം വീണ്ടും പറയുന്നത്, നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് നിന്റെ അടുക്കൽ വെച്ച് ക്ഷീണിച്ചു പോയാൽ, ഭാരപ്പെട്ടു പോയാൽ, അവൻ നശിക്കാതിരിപ്പാൻ നിന്റെ അനുഗ്രഹം, അത് നീ പ്രാപിച്ച ദൈവം നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ, അത് ഭൗതികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ, അത് ആ സഹോദരന് കൊടുക്കണം. അവനെ നീ ഉദ്ധരിക്കണം. അവൻ നശിക്കാൻ പാടില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതേപോലെ കർത്തദാസന്മാരെ, ദൈവമക്കളെ, പ്രൈസ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ച കാര്യം നിസ്സാരമല്ല. കാരണം സർവശക്തനായ ദൈവമാണ് ഏൽപ്പിച്ചത്. സർവശക്തനായ ദൈവം ഏൽപ്പിച്ച തൻ്റെ ദൗത്യങ്ങൾ, തൻ്റെ നിയമങ്ങൾ, അതിനൊരു മാറ്റവുമില്ല. വള്ളിക്ക് പുള്ളിക്ക് മാറ്റമില്ല. പുതുനിയമത്തിൽ ഹല്ലേലൂയ നമ്മൾ വരുമ്പോൾ പൗലോസ് ഹല്ലേലൂയ തൻ്റെ അവസാന യാത്രയിലും, തൻ്റെ അവസാന കപ്പൽ യാത്രയിൽ മരിക്കാൻ പോവുക. ഞാൻ പലപ്പോഴും ചോദിക്കുന്ന കർത്താവെ, അത്രയെങ്കിലും സ്തോത്രം, താൻ മരിക്കാൻ പോകുന്ന റോമിലേക്ക് പോകുന്നു, മരിക്കാൻ പോവാണ്. എന്നിട്ടും ആ അവസാന കപ്പൽ യാത്രയിൽ 14 ദിവസം ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ താൻ ഇരുന്നു. തന്നോട് കൂടി 273 ജീവിതങ്ങളുണ്ടായിരുന്നു, അവിശ്വാസികളുണ്ടായിരുന്നു. 14 ദിവസം ഇരുട്ടായിരുന്നു, കൂരാക്കൂർ ഇരുട്ട്. തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനെ കാണാൻ സാധിക്കില്ല. അത്രയും 30 വർഷവും താൻ കഷ്ടപ്പാടായിരുന്നു, താൻ അനുഭവിച്ചു. സാത്താൻ തന്നെ കുത്തുന്ന മുള്ളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഈ അവസാനം മരിക്കാൻ പോകുന്ന യാത്രയിലും ദുർഘടം പിടിച്ചൊരു യാത്രയായിരുന്നു. പക്ഷെ എന്തിനായിരുന്നു ഹല്ലേലൂയ 273 ജനങ്ങൾ അതേപോലെ ജീവിതങ്ങൾ രക്ഷ പ്രാപിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, അവരെ ഭാരം താൻ ചുമന്നു. സ്തോത്രം. താൻ പറയാണ്, എഴുന്നേറ്റ് നിന്ന് അവർ മധ്യ പറയാണ്, അതെ, ഇന്നലെ രാത്രി സ്വതം എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതുമായ എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് എന്നെ ധൈര്യപ്പെടുത്തി പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, നിന്റെ കൂടെയുള്ള ഒറ്റ ആത്മാവ് പോലും പ്രാണനും ഹാനിയും വരികയില്ല. അത് നിങ്ങളത് കപ്പൽ ഉടഞ്ഞു പോകും, പക്ഷെ ഒരു പ്രാണനും ഹാനി വരികയില്ല. പൗലോസ്, ഞാൻ അവരെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നീ ചോദിക്കാത്ത ആത്മാക്കൾ, നീ അറിയാത്ത ആത്മാക്കൾ, പക്ഷെ നിന്റെ ഈ അവസാന യാത്രയിലും അതേ ഈ ജീവിതങ്ങളെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ദൈവമക്കളെ, അല്പം കൂടി ഞാൻ പഠിച്ച് വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്, ഈ 273 ജീവിതങ്ങളും അവർ ഓടിപ്പോയില്ല. അവരും റോമേ പോയി അവർ മരിക്കുകയായിരുന്നു. അവർ രക്ഷ പ്രാപിച്ചില്ല. ഞാൻ വിചാരിച്ച് രക്ഷപ്പെട്ടെന്നാണ്, പക്ഷെ അവരാരും രക്ഷപ്പെട്ടില്ല. കാരണം പൗലോസിന് ആ ജീവിതം, അന്നത്തെ ആ ദൂത്
പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ആ ജീവിതം, ആ പ്രാർത്ഥന എല്ലാം, അത് അത്ഭുതം ദൈവം അവിടെ ചെയ്തത് അവർ കണ്ട്, മെലീത്തയിൽ വെച്ച് താൻ ചെയ്ത അത്ഭുതം അവർ കണ്ട് ദൈവം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. അവർ റോമയിൽ പോയി അതുപോലെ തന്നെ അവർ മരിക്കുകയായിരുന്നു. സ്തോത്രം. അതേ ഹല്ലേലൂയ. ഭാരങ്ങൾ നാം ചുമക്കുമ്പോൾ സർവശക്തനായ ദൈവം, അതേ ഭാരങ്ങൾ ചുമക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അധൈര്യപ്പെട്ട് പോകേണ്ട. അത് ആത്മാക്കളില്ലാന്ന് വിചാരിച്ചോ, സാമ്പത്തിക വിഷയത്തിലാണെന്ന് വിചാരിച്ചോ, എന്ത് തന്നെ ആയാലും ഹല്ലേലൂയ ഭാരപ്പെടാതെ, ശുശ്രൂഷയിൽ കുറവുണ്ടെന്ന് വിചാരിച്ച് അയ്യോ എനിക്ക് ഇത്രത്തോളമൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ, അത് ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുവാൻ. സ്തോത്രം. അതേ നമ്മുടെ കൂട്ടായ്മകൾ ഉപേക്ഷയായി തന്നെ വിചാരിക്കാതെ, ഞാൻ അത് വീണ്ടും ഓർപ്പിക്കട്ടെ, ഞായറാഴ്ച നമ്മുടെ കൂട്ടായ്മ, ബുധനാഴ്ചയുടെ ഹല്ലേലൂയ ഒക്കുമെങ്കിൽ അതും ബൈബിളിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകളാണല്ലോ. സ്തോത്രം. അതൊന്നും മുടക്കാതെ സ്തോത്രം. വെറും ഒരു പേരിന് വേണ്ടി നമ്മൾ 5-8 പേർ കൂടുന്നല്ല, പ്രൈസുള്ള. പക്ഷേ നമ്മളെല്ലാവരും അതാണല്ലോ ഗ്രൂപ്പ്. സ്തോത്രം. ആ ഗ്രൂപ്പിലെ സകലരും ഒരുപോലെ അത് ഒരുമിച്ച് അതേ കർത്താവിനെ മഹത്വപ്പെടുന്ന അനുഭവങ്ങൾ, ഒരുമിച്ച് കൂട്ടായ്മ, അത് എല്ലാവർക്കും ഒരു അനുഗ്രഹമാകുന്നു. അല്പസമയം ഹല്ലേലൂയ ഇതിൽ കൂടുന്ന നിമിത്തമായി അനുഗ്രഹിച്ചത് പ്രാർത്ഥിച്ച് അത് ആശീർവാദം പറയുന്ന ശേഷം ഹല്ലേലൂയ നാം സ്വതം അതേ ഓഫായി പോകുമ്പോൾ, ലെഫ്റ്റായി പോകുമ്പോൾ അത്രയും സമയം നമ്മൾ ഇരുന്നത് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സഭയ്ക്കും സ്വതം പ്രവർത്തനങ്ങൾക്കും ജോലിയിലും എല്ലാം ഒരു അനുഗ്രഹമാകിയ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താൻ ആത്മാവ് ഈ ദിവസങ്ങൾ 7-ാം മാസം മുതൽ ചില വലിയ അത്ഭുത പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്യട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അതിനുവേണ്ടി അത് ദേവദാസന്മാരെ ദൈവമക്കളെ കർത്താവ് ബലപ്പെടുത്തട്ടെ. സമയം നൽകിയ ദേവദാസന്മാരോടുള്ള ബ്ലസ് മീഡിയയുടെ എല്ലാ പ്രവർത്തകരോടും എല്ലാം നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി ഈ വചനം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കും, സഹായിക്കും. ബലത്തോടെ ശക്തിയോടെ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തെ നിവർത്തിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. കർത്താവ് സ്തോത്രം. അനുഗ്രഹമായ ആലോചന നമുക്ക് കേൾക്കുവാൻ ദൈവം സഹായിച്ചുവല്ലോ. സ്തോത്രം. ഷുഡബല ഹന്തര ഗഡാലകരകത്ര. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കേൾക്കപ്പെട്ട ദൂതിന് മുൻപാകെ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. പ്രിയ ദേവദാസന്മാരെ, ദൈവമക്കളെ, ഒരു കാര്യം മാത്രം, ഹല്ലേലൂയ, നമ്മൾ ഐക്യതയോടെ നിന്നെങ്കിൽ മാത്രമേ, ഒരുത്തർ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. മാത്രമല്ല, ഭാരങ്ങളെ വഹിക്കുന്നതിനെ കുറിച്ച് പ്രിയ ദേവദാസനിൽ കൂടെ ആഴമേറിയ ദൂതുകൾ കേൾക്കുവാൻ നമ്മളെ ദൈവം സഹായിച്ചുവല്ലോ. തന്റെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിച്ചല്ലോ. അതിനായി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാമല്ലോ. കർത്താവേ, നന്ദി. കർത്താവേ, നന്ദി. യേശുവേ, നന്ദി. കർത്താവേ, സ്തോത്രം. കർത്താവേ, ഇത്രയും നേരം ആഴമേറിയ ദൂത കർത്താവേ, തന്റെ ദാസൻ സംസാരിച്ച ഒவ்வொரு പോയിന്റുകളിലും കർത്താവെ ഞങ്ങളോട് അങ്ങ് ഇടപെട്ടല്ലോ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചുവല്ലോ കർത്താവേ. അതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും നേരം പരിശുദ്ധാത്മാവത്തിന്റെ ദാസനെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. എന്ന് കേട്ട വചനത്തിന് പ്രകാരം മുൻപോട്ട് നീങ്ങുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എല്ലാവരും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെന്തക്കോസ്ത് ഐക്യവേദിയുടെ കൊല്ലം ജില്ലയുടെ കോർഡിനേറ്ററായ സേവനം അനുഷ്ഠിക്കുന്ന ശിബു പാസ്റ്റർ അവർ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. സ്തോത്രം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനാട് സ്തോത്രം ചെയ്യുകയാണ്. ബ്ലസ് മീഡിയ കൂടെ രാത്രി കാലം കടന്നു വന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെടുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ കർത്താവ് സഹായത്തിനാട് സ്തോത്രം. കർത്താവെ, ഇന്ന് രാത്രി കാലം ഈ ബ്ലസ് മീഡിയ കൂടെ കർത്താവെ അനേക വിഷയങ്ങളെടുത്ത് പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥണിക്കുവാനൊക്കെ കർത്താവ് സഹായത്തിനാട് സ്തോത്രം. രാത്രി കാലത്തിൽ പങ്കെടുത്ത എല്ലാ കർത്താവിന്റെ വിളപ്പെട്ട ദാസന്മാർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ധാരാളമായിട്ടവൻ അനുഗ്രഹിക്കണമേ. അവര് സമയങ്ങളിൽ വേറെ എന്റെ സനയിലായിരുന്നത് അവരുടെ ജീവിതത്തിൽ വലിയ വിടുതൽ, അനുഗ്രഹവും നന്മയ്ക്ക് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മനായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ സരോജ ഭാഷ കുടുംബത്തിനുമായി സ്തോത്രം. ഇന്ന് രാത്രി കാലം അധ്യക്ഷനായിരുന്ന കർത്താവിന്റെ ദാസൻ സിജോ പാസ്റ്റർ കുടുംബത്തിനുമായി സ്തോത്രം. മറ്റു രാത്രി കാലം മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ കർത്താവിന് വിലപ്പെട്ട ദാസന്മാർ കുടുംബങ്ങൾക്കുമായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചു മാനിക്കുമാറാകണമേ. കർത്താവെ, രാത്രി കാലം ഐശ്വര്യമായ ദൈവജനം അറിയിച്ച കർത്താവിന്റെ ദാസൻ രാകേഷ് പാസ്റ്ററിനായി പ്രാർത്ഥിക്കുകയാണ്. ദാസനിൽ കൂടെ അനുഗ്രഹിക്കപ്പെടുന്ന ദൈവജനം കേൾക്കുവാൻ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, ദിശാബോധം നൽകുന്ന, ആത്മീയമായിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തിയ ദൈവജനം കർത്താവെ വെളിപ്പെടുത്തുവാൻ തക്കുന്ന ദാസനെ കർത്താവ് ഉപയോഗിച്ചനാട് സ്തോത്രം ചെയ്യുന്നല്ലോ. അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നിർത്തണമേ. ദൈവകൃപ ദാസന്റെ കൂടെ ഇരുന്ന് വീണ്ടും കുടുംബമായിട്ട് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. കർത്താവ് സഹായിക്കണമേ. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഏറ്റവും അനുഗ്രഹമായി തീർന്നതിനായിട്ട് സ്തോത്രം. ഇപ്പോൾ പിരിയാസാനത്തെ കൊണ്ട് നിറയ്ക്കണമേ. അവിടുന്ന് അവിടെ കർത്താവിന്റെ ദാസന്മാരുടെ വേലയെ കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രവർത്തനങ്ങളൊക്കെ കർത്താവ് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന മാറ്റിരിപ്പിക്കാട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിച്ച് വഴി നിർത്ത പരിശുദ്ധാത്മാവിന്റെ കൂട്ടസന്ദർഭം എന്ന് വന്നേക്കും നമ്മുടെ കർത്താവിന്റെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ചെയ്യുന്ന കർത്താവിന്റെ വിഷയക്കാരെ ശ്രദ്ധിക്കാം. വേഗം വരണമേ. സ്തോത്രം.
വചനം സംസാരിച്ച കർത്താവിന്റെ ദാസനോടും പ്രത്യേകിച്ച് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു.